ഹലോ, സിന്ധു ഭൈരവിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ സ്നേഹയുടെ ഡാഡി ആണെങ്കിൽ ഡിവൈഎസ്പിയോട് പറയുന്നുണ്ട്, മാഡം സിന്ധുവിൻ്റെ കള്ളത്തരങ്ങൾ എങ്ങനെയെങ്കിലും പുറം ലോകത്തേക്ക് കൊണ്ടുവരണം. കാരണം അവളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഹരിയെ വേർപെടുത്തി എൻ്റെ മകള് സ്നേഹയ്ക്ക് മാഡം തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. എങ്കിലേ അവളൊരു പാഠം പഠിക്കുള്ളൂ. അപ്പോൾ ഡിവൈഎസ്പിയും പറയുന്നുണ്ട്, ശരി, എന്നെ കൊണ്ടാവുന്ന എല്ലാ സഹായങ്ങളും ഞാനും ചെയ്തു തരാം. അതിനുശേഷം ഡിവൈഎസ്പി ഹരിയോട് പറയാണ്, മിസ്റ്റർ ഹരി, നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞു. ഇനി നിങ്ങൾക്കൊരു ഗിൽറ്റ് ഫീലും വേണ്ട. ഇനി സിന്ധുവിന്റെ കള്ളത്തരം പുറത്തേക്ക് കൊണ്ടുവരികയും അവളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഹരിക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം തോന്നുവാണ്. ഇനി നിങ്ങളുടെ ലൈഫിൽ അവള് അറ്റാച്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോവാണ്. താങ്ക് യു മാഡം എന്നൊക്കെ ഹരിയും പറയുന്നുണ്ട്. ഡിവൈഎസ്പി പോയതിനു ശേഷം സ്നേഹ സന്തോഷത്തോടു കൂടി ഹരിയോട് പറയാണ്, സിന്ധു ചെയ്തതൊക്കെ കള്ളത്തരമാണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യുമെന്ന് വല്ലാതെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും പെട്ടെന്ന് ദൈവം അതൊരു വഴി കാണിച്ചു തരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഏത് ദമയന്തി വല്യമ്മയാണോ സിന്ധുവിന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് കണ്ടെത്തി അവളെ നിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്, അതേ ദമയന്തി വല്യമ്മ തന്നെ സിന്ധു തെറ്റുകാരിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവളെ ആ വീട്ടിൽ നിന്ന് അടിച്ച് തുരത്തി പുറത്തേക്ക് വിടും. സ്നേഹയുടെ മനസ്സിൽ സിന്ധുവിനോടുള്ള പ്രതികാരം അത്രയധികം ഉണ്ടായിരുന്നു. ഹരിക്കും അത് കേട്ടപ്പോൾ നല്ല ആശ്വാസം തോന്നുവാണ്. തന്റെ നിരപരാധിത്വം എല്ലാവർക്കും മുന്നിൽ തെളിയിക്കാൻ പറ്റുമല്ലോ എന്ന് ആലോചിച്ചു. അതുകൊണ്ട് തന്നെ അവൻ സ്നേഹയോട് പറയുന്നുണ്ട്, എന്റെ വല്യമ്മ എന്നെ വിശ്വസിക്കാതിരുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ വേദനയായി തോന്നിയത് സ്നേഹ. പക്ഷേ ഇത് അറിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും എന്റെ വല്യമ്മ എന്നെ വിശ്വസിക്കും. സിന്ധുവിന് ഒരു കാരണവശാലും എന്റെ വല്യമ്മ മാപ്പ് കൊടുക്കില്ല. അപ്പോൾ ഹരിയോടെ സ്നേഹയുടെ ഡാഡി പറയുന്നുണ്ട്, ഹരി, നമ്മളിവിടെ വന്ന കാര്യം ഒരു കാരണവശാലും സിന്ധു അറിയാൻ പാടില്ല. അറിഞ്ഞാ അവൾ എന്തെങ്കിലും കൃത്രിമം കാണിക്കും. ഈ വിഷയം നമുക്കുള്ളിൽ മാത്രം നിന്നാ മതി. അപ്പോൾ ഹരിയും അത് സമ്മതിക്കുകയാണ്. രാവിലെ ദമയന്തിയും ഗായത്രിയും കാർത്തികേയനും പൂജാമുറിയിലാണ് ഉണ്ടായിരുന്നത്. പൂജയൊക്കെ കഴിഞ്ഞ് അവർക്ക് പ്രസാദമൊക്കെ കൊടുത്തപ്പോഴാണ് സിന്ധു അങ്ങോട്ടേക്ക് വരുന്നത്. അവളും അമ്മേനെ വിളിക്കുന്ന സമയത്ത് അവൾക്കും പ്രസാദം കൊടുക്കുവാണ്. അതിനുശേഷം സിന്ധു സന്തോഷത്തോടെ പറയുന്നുണ്ട്, അമ്മ, ഇന്ന് എനിക്ക് എൻ്റെ ജന്മദിനാണ്. ആഹാ, ഇന്ന് നിന്റെ ജന്മദിനാണോ? അവരും സന്തോഷത്തോടെ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ ഗായത്രിയും കാർത്തികേയനും പുഞ്ചിരിക്കുകയാണ്. അമ്മ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട് ദമയന്തിയുടെ കാൽക്കൽ തൊട്ട് തൊഴുവാണ്. അപ്പൊ അവർ അനുഗ്രഹിച്ചിട്ട് പറയുന്നുണ്ട്, നിന്റെ ജന്മദിനം ഇനിയും ഒരുപാട് വർഷങ്ങൾ നിനക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റട്ടെ എന്ന്. അതിനുശേഷം കാർത്തികേയനോട് പറയാണ്, ഹരിയും നീയും ചേർന്നിട്ട് ഇന്ന് സിന്ധുവിന്റെ ജന്മദിനം നന്നായിട്ട് കൊണ്ടാടണം, അതിനുള്ള ഏർപ്പാട് ചെയ്യണം. ശരിയമ്മ. അയ്യോ, അതൊന്നും വേണ്ട അമ്മ, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള നിന്റെ ആദ്യത്തെ ജന്മദിനാണ്. ഈ ദിവസം നീ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ല. പക്ഷെ ഇതൊക്കെ കേട്ടോണ്ട് മഹാലക്ഷ്മിയും ഗിരീഷും ഒക്കെ പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ദമയന്തി സിന്ധുവിനോട് സംസാരിക്കുന്നത് കേട്ടിട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് മഹാലക്ഷ്മിയും ഗിരീഷും ഒക്കെ. ഇത് നിനക്ക് മാത്രമല്ല പ്രധാനപ്പെട്ട ദിവസം, ഞങ്ങൾക്കും ഇത് പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ് ദമയന്തി സിന്ധുവിനോട് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ സിന്ധുവും പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ ഗിരീഷ് ആണെങ്കിൽ പതിവ് പോലെ ചേച്ചി ഇങ്ങനെ ചൊടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കേട്ടില്ലേ ചേച്ചി, സിന്ധുവിന്റെ ജന്മദിനം ഗ്രാൻഡായിട്ട് കൊണ്ടാടണമെന്ന്. ആഘോഷിക്കട്ടെ, ആഘോഷിക്കട്ടെ. ഇതായിരിക്കും അവളുടെ ജീവിതത്തിലെ അവസാനത്തെ പിറന്നാൾ ദിവസം. ഇനി ഇതുപോലൊരു പിറന്നാൾ ദിനം കൊണ്ടാടാൻ അവൾ ഉണ്ടാവില്ല. മഹാലക്ഷ്മി വല്ലാത്തൊരു സന്തോഷത്തോടു കൂടിയാണ് പറയുന്നത്. കാരണം സ്റ്റേഷനിൽ വെച്ച് നടന്ന സംഭവങ്ങളൊക്കെ സ്നേഹ വിളിച്ച് പറഞ്ഞിട്ട് അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് വല്ലാത്ത സന്തോഷം തോന്നുകയാണ്. ഇതൊന്നും അറിയാതെ ജന്മദിനം ആഘോഷിക്കാൻ നിൽക്കുകയാണ് സിന്ധു. അപ്പോഴേക്കും ഭൈരവിയും പൂജാമുറിയിൽ വന്നിട്ട് സിന്ധുവിനെ വിശ്വസിക്കെ പറഞ്ഞിട്ട് അവളെ കെട്ടിപ്പിടിക്കുകയാണ്. ചേച്ചിയും അനിയത്തിയും തമ്മിലുള്ള സ്നേഹം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ദമയന്തിയും കാർത്തികേയനും ഒക്കെ. ആ സമയത്ത് ഭൈരവിയാണെങ്കിൽ സിന്ധുവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. സിന്ധുവിന്റെ കണ്ണ് നിറഞ്ഞുകൊണ്ട് അവള് താങ്ക്സ് ഒക്കെ പറയാണ്. ഇന്നലെ രാത്രി തന്നെ നിന്നെ വന്ന് വിഷ് ചെയ്യണമെന്ന് കരുതിയതാണ്, പക്ഷെ നീ ഉറങ്ങിയിട്ടുണ്ടാവുമെന്ന് കരുതിയാണ് ഞാൻ വരാതിരുന്നത്. ഇപ്പോ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, നിന്നെ നേരിട്ട് വന്ന് കണ്ട് വിഷ് ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞത്. ആണോ? അങ്ങനെയാണെങ്കിൽ നല്ല സന്തോഷമായിരിക്കും, സിന്ധുവും പറയാണ്. അപ്പോൾ ദമയന്തി ചോദിക്കുന്നുണ്ട്, സിന്ധു, ഇന്ന് നിന്റെ ജന്മദിനാണെന്ന് ഹരിക്കറിയാമോ? ഇല്ല, സങ്കടത്തോടു കൂടി സിന്ധു പറയാണ്. പക്ഷേ സിന്ധുവിന്റെ മുഖത്തൊരു സങ്കടം ഉണ്ടായിരുന്നു. എന്താ മോളെ ഇത്, ഇന്ന് നിന്റെ ജന്മദിനാണെന്ന് നീ ആദ്യം പറയേണ്ടത് അവനോടായിരുന്നില്ലേ? അത് കേട്ടിട്ടും അവൾ സങ്കടത്തോടെ നിൽക്കുകയാണ്. അവളുടെ മനസ്സ് നിറയെ ഹരിയോട് പറഞ്ഞാലുണ്ടാവുന്ന പ്രശ്നങ്ങളായിരുന്നു. പക്ഷേ ദമയന്തിയെ സംബന്ധിച്ചിടത്തോളം ഹരി സ്നേഹിച്ച് താലി കെട്ടിക്കൊണ്ട് വന്ന പെണ്ണാണ് സിന്ധു. ഗായത്രി, നീ പോയിട്ട് ഹരിയെ കൂട്ടിക്കൊണ്ടു വാ. അത് കേട്ടപ്പോൾ ഗായത്രി ഹരിയെ വിളിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ സിന്ധുവിനോട് അവർ പറയുന്നുണ്ട്, സിന്ധു, ഇന്ന് ഞാൻ എൻ്റെ കൈകൊണ്ട് നിനക്ക് പാൽപ്പായസം ഉണ്ടാക്കി തരാം. നിനക്ക് എന്തൊക്കെയാണോ ഇഷ്ടം അതൊക്കെ പറ, ഇന്ന് അതൊക്കെ ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കി തരാം. അത് കേട്ടപ്പോൾ സിന്ധു വല്ലാത്ത സന്തോഷത്തോടു കൂടി പുഞ്ചിരിക്കുകയാണ്. ഇതൊക്കെ ചുറ്റിലും നിന്നുകൊണ്ട് കാർത്തികേയനും അതുപോലെ തന്നെ ആ പൂജാമുറിക്ക് പുറത്തായിട്ട് മഹാലക്ഷ്മിയും ഗിരീഷൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. എല്ലാവരും സന്തോഷത്തോടു കൂടി പൂജാമുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ആ സമയത്ത് മഹാലക്ഷ്മി ശബ്ദം താഴ്ത്തി പറയുന്നുണ്ട്, ഇവൾക്ക് കൊടുക്കേണ്ടത് പായസമല്ല, പോയിസൺ ആണ്. ഇവളെ പോലുള്ള കൃമികളെയൊക്കെ പോയിസൺ കൊടുത്തിട്ട് വേണം കൊല്ലാൻ. ഞാൻ പറഞ്ഞതല്ലേടാ ഗിരീഷ് ശരി,
അതെ ചേച്ചി, അവനും സമ്മതിക്കുകയാണ്. ആ സമയത്ത് എല്ലാവരും കൂടെ പുറത്തേക്ക് പോകുമ്പോൾ ദമയന്തി സിന്ധുവിനോട് പറയുന്നുണ്ട്, ഇന്ന് തലനിറയെ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് സുന്ദരിയായിട്ട് നല്ല സാരിയൊക്കെ എടുത്തിട്ട് വേണം ഒരുങ്ങാൻ. അപ്പോൾ മഹിയാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നപ്പോൾ മഹിയോടും പറയുന്നുണ്ട്, മഹി ഇന്ന് സിന്ധുവിന്റെ പിറന്നനാളാണ്. ആണോ? എന്നിട്ട് പിറന്നാൾ ആശംസകളൊക്കെ അവൾക്ക് പറയാണ്. എന്നെ അനുഗ്രഹിക്കച്ച എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കാൽക്കൽ തൊട്ട് തൊഴുത് അനുഗ്രഹം വാങ്ങിക്കാണ്. അപ്പോഴാണ് ഗായത്രി ഹരിയെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഹരിയെ കണ്ടപ്പോൾ ദമയന്തിയാണ് പറയുന്നത്, ഹരി ഇന്ന് പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. ഇന്ന് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ജന്മദിനാണ്. അത് കേട്ടപ്പോൾ ഹരിയുടെ മുഖത്താണെങ്കിൽ കാർമേഘം വന്നിരിക്കുന്നത് പോലെ ഇരുണ്ടു മൂടിയിരിക്കുകയാണ്. അത് കേട്ട സമയത്ത് അവൻ സിന്ധുവിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അവൾക്കും ചെറുതായിട്ടൊരു ഭയം ഉണ്ടായിരുന്നു ഹരിയെ നോക്കാൻ. അവളുടെ മുഖത്ത് ആ ഒരു പേടി കാണാനുണ്ട്. പക്ഷെ ഹരിയാണെങ്കിൽ അവളെ കൂർപ്പിച്ച് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ശ്രദ്ധിക്കാതെ ദമയന്തി പറയുന്നുണ്ട്, സിന്ധുവിന്റെ ജന്മദിനം നീയായിരുന്നു ഹരി ഓർത്തോണ്ട് നിൽക്കേണ്ടത്. ആദ്യത്തെ ആശംസ നീയായിരുന്നു അവളോട് പറയേണ്ടിയിരുന്നത്. ശരി, കുഴപ്പമില്ല. അടുത്ത വർഷം ആദ്യം നീ തന്നെ ആയിരിക്കണം അവളോട് ആശംസകൾ പറയേണ്ടത്. അതൊക്കെ കേട്ടിട്ട് ഹരി ഇങ്ങനെ മുഖം ദേഷ്യത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ ദമയന്തി വീണ്ടും പറയുന്നുണ്ട്, ശരി നീ സിന്ധുവിനെ ആശംസകൾ പറയും. ഹരി സിന്ധുവിനെ തന്നെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് നിൽക്കാന്നല്ലാതെ ഒന്നും പറയുന്നില്ല. എല്ലാവരും അവനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കാണ്. ഹരിയുടെ മുഖത്ത് കടന്നൽ കുത്തിയതുപോലെ ഉണ്ടായിരുന്നു. എന്താ ഹരി നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? സിന്ധുവിനെ പിറന്നാൾ ആശംസകൾ പറയും. വല്യമ്മ പറഞ്ഞത് കൊണ്ട് മാത്രം ഹരി പറയാണ് പിറന്നാൾ ആശംസകൾ. അപ്പോൾ സിന്ധുവിന്റെ മുഖത്ത് ആകെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. അവൾ പറയുന്നുണ്ട്, അതെന്തിനാ ഇങ്ങനെ ദേഷ്യത്തോടെ പറയുന്നത്? ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞൂടെ? അത് കേട്ടപ്പോ ഹരി ഇങ്ങനെ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കാണ്. അപ്പൊ ദമയന്തി പറയാണ്, ആശംസകൾ പറയുമ്പോ സന്തോഷത്തോടെ വേണം മോനെ പറയാൻ, ചിരിച്ചുകൊണ്ട് പറ. അപ്പോ വല്യമ്മയ്ക്ക് വേണ്ടിയിട്ട് ഹരി ഇത്തവണ ചിരിച്ചുകൊണ്ട് ആശംസകൾ പറയാണ്. പിന്നെ ഹരിക്കുട്ട, ഇന്ന് നീ ഹോസ്പിറ്റലിൽ പോണ്ട, നീ ഇവിടെ സിന്ധുവിനൊപ്പം തന്നെ നിൽക്ക്. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കുള്ള ഭക്ഷണം ഞാനാണ് ഉണ്ടാക്കി തരുന്നത്. അതൊക്കെ കേട്ടപ്പോൾ സിന്ധുവിന് സന്തോഷമാണെങ്കിൽ ഹരി ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. പക്ഷെ ദമയന്തി ആണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഹരിക്കുട്ട, ഇന്ന് നീ വാങ്ങിക്കുന്ന കേക്ക് വലിയ കേക്കായിരിക്കണമേ. ഹരിയും അത് സമ്മതിക്കുകയാണ്. എല്ലാവരും ഹാളിൽ ഇരിക്കുന്ന സമയത്ത് പായസം ഉണ്ടാക്കിയിട്ട് ദമയന്തി അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് കൊടുക്കുവാണ്. അതുമാത്രമല്ല സിന്ധുവിന് അവർ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അവളുടെ ജന്മദിനായതുകൊണ്ട്. അതിനുശേഷം കൊണ്ടുവന്ന പാത്രം സിന്ധുവിന് കൊടുക്കുകയാണ്. പിന്നീട് ഭൈരവിയോട് ചേച്ചിക്ക് പായസം എടുത്തു കൊടുക്കാൻ പറയാണ്. അത് കേക്ക് കട്ട് ചെയ്തിട്ട് വായിൽ വെച്ച് കൊടുക്കുന്നത് പോലെ തന്നെ ഭൈരവി ആദ്യം തന്നെ പായസം സിന്ധുവിന്റെ വായിൽ വെച്ച് കൊടുക്കുവാണ്. പിന്നീട് ഹരിയോടാണ് ദമയന്തി സിന്ധുവിന് പായസം കൊടുക്കാൻ പറയുന്നത്. അത് കേട്ടപ്പോൾ ഹരി ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. താൻ എത്രയും വെറുക്കുന്ന ഒരാൾക്ക് താൻ പായസം വായി കൊടുക്കണം എന്നാണ് വല്യമ്മ പറയുന്നത്. ഹരി മാത്രമല്ല, മഹാലക്ഷ്മിയും ഗിരീഷും ഒക്കെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ്. അവസാനം ഗത്യം തിരിയില്ലാതെ വല്യമ്മയുടെ വാക്ക് ധിക്കരിക്കാനാവാത്തത് കൊണ്ട് മാത്രം ഹരി സിന്ധുവിന് പായസം എടുത്ത് വായിൽ വെച്ച് കൊടുക്കുകയാണ്. സിന്ധുവിനാണെങ്കിൽ ആ ഒരു നിമിഷം പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമാണ് തോന്നുന്നത്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തനിക്ക് പായസം വായിൽ വെച്ച് തരികയാണ്. ആ സമയത്തൊക്കെ ഹരിയുടെ മുഖത്ത് കടന്നൽ കുത്തിയ ഭാവം തന്നെയായിരുന്നു. പക്ഷെ സിന്ധുവാണെങ്കിൽ നല്ല സന്തോഷത്തിൽ പുഞ്ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഹരി അങ്ങനെയൊക്കെ പെരുമാറുമ്പോഴും അവൾക്കറിയായിരുന്നു ഹരി അവൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന്. തിരിച്ചു വന്നിരുന്നപ്പോൾ ഹരിയോട് ദമയന്തി പറയുന്നുണ്ട്, പിന്നെ ഹരി ഇന്ന് നീ സിന്ധുവിന് വലിയ ഗിഫ്റ്റ് വേണം വാങ്ങിച്ചു കൊടുക്കാൻ. അടുത്തതായിട്ട് വരാൻ പോകുന്ന ഓരോ കാര്യങ്ങളും ഓർത്തിട്ട് തന്നെ ഹരിക്ക് പേടിയാവുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വല്യമ്മയാണ് പറയുന്നത്, അനുസരിക്കാതിരിക്കാനും പറ്റില്ല. അത് സാധാരണ ഒരു ഗിഫ്റ്റ് മാത്രമായിരിക്കരുത്. അപ്പൊ സിന്ധു ആണെങ്കിൽ നാണത്തോടെ സന്തോഷത്തോടെ പുഞ്ചിരിക്കുകയാണ്. ജീവിതത്തിൽ സിന്ധു ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു ഗിഫ്റ്റ് ആയിരിക്കണം ഇന്ന് മോൻ കൊടുക്കേണ്ടത്. ശരി വല്യമ്മ. ഹരി പറഞ്ഞിട്ട് ഹരിയാണെങ്കിൽ സിന്ധുവിനെ തന്നെ നോക്കുകയാണ്. സിന്ധു ആണെങ്കിൽ തൻ്റെ കള്ളത്തിലൊന്നും പിടിക്കപ്പെട്ടതൊന്നും അറിയാതെ നല്ല സന്തോഷത്തിലാണുള്ളത്. അവളിങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം ഹരി ഒന്നാമത് പായസം കൊടുത്തു, ഇനി തനിക്ക് അവൻ ഗിഫ്റ്റ് വാങ്ങിത്തരും, അതൊക്കെ ഓർത്തിട്ടുള്ള സന്തോഷത്തിലാണ് സിന്ധു ഉള്ളത്. പക്ഷേ ഹരിയാണെങ്കിൽ ഏത് നിമിഷവും സിന്ധുവിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ കള്ളത്തരം കൂടി പിടിച്ചതോടെ ഹരിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്ന ഗിരീഷ് ആണെങ്കിൽ ചേച്ചിയോട് ചോദിക്കുകയാണ്, ഇതെന്താ ചേച്ചി ഹരി അവൾക്ക് ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുക്കാന്ന് സമ്മതിക്കുന്നത്? അതാടാ എനിക്കും ഒന്നും മനസ്സിലാവാത്തത്. ദമയന്തിയുടെ വാക്ക് ഇവന് ജീവിതത്തിലുള്ള ഏറ്റവും വലിയ വാക്കാണ്. അവള് പറഞ്ഞാ ഇവൻ ഒരു കാര്യവും ചെയ്യാതിരിക്കില്ല. ദമയന്തി എന്ത് പറയുമ്പോഴും ഇങ്ങനെ തലയാട്ടിയിട്ട് ബൊമ്മയെ പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇവനെ ദമയന്തി ചൂഷണം ചെയ്യുന്നത്. അതിവന് മനസ്സിലാവുന്നില്ല. ഹരിയാണെങ്കിൽ ഒരു നിമിഷം പോലും ഇല്ലാതെ സിന്ധുവിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ മനസ്സിൽ വ്യക്തമായ പ്ലാനുകൾ ഉണ്ടായിരുന്നു. സിന്ധു ആണെങ്കിൽ ഇതൊന്നും അറിയാതെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് DYSP ഉൾപ്പെടുന്ന പോലീസ് ടീം അവിടെ അവരുടെ മുറ്റത്ത് വന്ന് നിൽക്കുന്നത്. എല്ലാവരും വണ്ടി വന്ന് നിർത്തി ശബ്ദം കേട്ടിട്ട് ആരാണെന്ന് അറിയാൻ വേണ്ടി വന്ന് നോക്കുവാണ്. അപ്പോൾ 2 ജീപ്പിലായിട്ട് പോലീസുകാരാണ് വരുന്നത്. ഇതെന്തിനായിരിക്കും ഇപ്പൊ നമ്മുടെ വീട്ടിൽ പോലീസൊക്കെ വന്നിരിക്കുന്നത്? ദമയന്തിക്ക് വല്ലാത്ത ഭയം തോന്നുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരുടെയും മുഖത്ത്
ആകെ ഒരു ടെൻഷൻ അറിയാണ് ഇതെന്തിനാ പോലീസ് വന്നത് എന്ന് ആലോചിച്ചിട്ട്. പ്രത്യേകിച്ച് ഗിരീഷിന്റെയും മഹാലക്ഷ്മിയുടെയും ഒക്കെ മുഖത്ത്. ഡിവൈഎസ്പി രേഖ അകത്തേക്ക് കടന്നു വരികയാണ്. അപ്പൊ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. എന്തിനാ വന്നേന്ന് ദമയന്തി തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോ അവരാണെങ്കിൽ എല്ലാവരെയും നോക്കിക്കൊണ്ട് ദമയന്തിയോടായിട്ട് തന്നെ ചോദിക്കുകയാണ്, ഇവിടെ ആരാണ് സിന്ധു? അത് കേട്ട സമയത്ത് സിന്ധു കുറച്ച് മുൻപോട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പൊ ദമയന്തി പറയുന്നുണ്ട്, എന്റെ മരുമകളാണ് സിന്ധു. എന്താ കാര്യം? നിങ്ങളുടെ മരുമകൾ സിന്ധു ഡോക്ടർ ഹരിയെ ചതിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. ഡിവൈഎസ്പി പറഞ്ഞു കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ സിന്ധു ഷോക്കായി പോയി. ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് അവള്. പക്ഷേ മഹാലക്ഷ്മിയും ഗിരീഷും ഒക്കെ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷത്തിലാണ്. ഹരിയാണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ നിൽക്കുന്നുണ്ടായിരുന്നു. കേട്ട് ദമയന്തി ഉൾപ്പെടെ എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുന്ന സമയത്ത് രേഖ പറയുന്നുണ്ട്, അതുപരമായിട്ട് ഡോക്ടർ സ്നേഹ സിന്ധുവിനെതിരെ കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. അപ്പൊ ദമയന്തിയാണ് പറയുന്നത്, അല്ല അങ്ങനെയല്ല മാഡം, സിന്ധു ആരെയും പറ്റിച്ചിട്ടും ചതിച്ചിട്ടും ഒന്നല്ല കല്യാണം നടത്തിയത്. സ്നേഹ മനഃപൂർവ്വം എൻ്റെ മരുമകൾക്കെതിരെ കേസ് കൊടുത്തതാണ്. അവള് തെറ്റായ കംപ്ലൈന്റ് അല്ല തന്നത്. നിങ്ങൾ കരുതുന്നത് പോലെയല്ല. സിന്ധുവാണ് ഡോക്ടർ ഹരിയെ ചതിച്ച് നിങ്ങൾ ഈ കുടുംബത്തിലെ മൊത്തം ആൾക്കാരെയും പറ്റിച്ചിട്ട് കല്യാണം കഴിച്ചത്. അത് കേട്ടപ്പോൾ സിന്ധു ശരിക്കും പേടിച്ച് ഷോക്കായിട്ട് നിൽക്കുകയാണ്. അത് കേട്ട സമയത്ത് ദമയന്തി ആകെ ഞെട്ടിത്തരിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇത് കാരണം സ്നേഹയുടെ ജീവിതമാണ് നശിച്ചത്. അപ്പോൾ മഹാലക്ഷ്മിക്കാണെങ്കിൽ വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. സിന്ധുവിന്റെ കള്ളത്തരം അവസാനം പുറത്തു വന്നല്ലോ എന്നൊക്കെ കരുതിയിട്ട്. ആരും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. സിന്ധു ആണെങ്കിൽ പേടിച്ച് ഭയന്നിട്ടാണ് നിൽക്കുന്നത്. സിന്ധു ഡോക്ടർ ഹരിയെ ചതിച്ചിട്ട് ചീറ്റ് ചെയ്തിട്ടാണ് കല്യാണം നടത്തിയതെന്നുള്ള എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. അത് കേട്ടപ്പോൾ അവൾക്ക് വല്ലാത്ത പേടി തോന്നുവാണ്. പക്ഷേ ദമയന്തിക്കൊന്നും കാര്യം മനസ്സിലാവുന്നില്ല. കാർത്തികേയനും ഭൈരവിയും ഉൾപ്പെടെ എല്ലാവരും എന്താണ് ഡിവൈഎസ്പി പറയുന്നത് മനസ്സിലാവാതെ ഷോക്കായിട്ടാണ് നിൽക്കുന്നത്. ആ സമയത്ത് അവരാണെങ്കിൽ സിന്ധുവിനെ നോക്കിയിട്ട് എന്താ ശരിയല്ലെന്നുള്ള അർത്ഥത്തിൽ നോക്കുന്നുണ്ട്. സിന്ധു ഒന്നും പറയാതെ ഭയന്ന് നിൽക്കുകയാണ്. എല്ലാവർക്കും മുൻപിൽ വെച്ചിട്ട് രേഖ പറയുന്നുണ്ട്, സിന്ധുവിനെ ഡോക്ടർ ഹരി തട്ടിക്കൊണ്ടുപോയിട്ടുമില്ല, അവളെ ക്ഷേത്രത്തിൽ വെച്ചിട്ട് ആരും അറിയാതെ താലി കെട്ടിയതുമല്ല. സിന്ധു ആകെ ഞെട്ടിത്തെറിച്ച് ഭയന്ന് വിറച്ചു നിൽക്കുകയാണ്. ഇതൊക്കെ സിന്ധു പറഞ്ഞ കള്ളങ്ങളാണ്. അതൊക്കെ ഞങ്ങൾ തെളിവ് സഹിതം കണ്ടുപിടിച്ചിട്ടുണ്ട്. രേഖ പറഞ്ഞത് കേട്ടിട്ട് സിന്ധു ഇങ്ങനെ പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. കുറെ പേര് കാര്യം മനസ്സിലാവാതെ ഷോക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ കുറെ പേര് എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർ അറിഞ്ഞല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ സിന്ധുവിനെ അറസ്റ്റ് ചെയ്തിട്ട് വിശദമായിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഭൈരവി ഇടപെടുകയാണ്. ഏത് രേഖയുടെ പേരിലാണ്, ഏത് കാര്യത്തിന്റെ പേരിലാണ് നിങ്ങൾ സിന്ധുവിനെ അറസ്റ്റ് ചെയ്യുന്നത്? എന്ത് അടിസ്ഥാനത്തിലാണ്? എല്ലാ തെളിവുകളും ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കിക്കോളാം, അവിടെ വന്ന് നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് കോൺസ്റ്റബിളിന്റെ കയ്യിൽ നിന്നും ഒരു പേപ്പർ എടുത്തിട്ട് രേഖ ഭൈരവിക്ക് കാണിച്ചു കൊടുക്കുവാണ്. ഇത് സിന്ധുവിന്റെ അറസ്റ്റ് വാറന്റ് ആണ്. അത് വാങ്ങിയിട്ട് വേഗം തന്നെ ഭൈരവി അത് വായിച്ചു നോക്കുകയാണ്. അവള് ശരിക്കും അത് വായിച്ചപ്പോൾ ഷോക്കായിട്ടുണ്ടായിരുന്നു. ഹരിയാണെങ്കിൽ വല്ലാത്തൊരു സംതൃപ്തിയിലാണ് നിൽക്കുന്നത്. സിന്ധു ഭൈരവിയെ നോക്കുന്ന സമയത്ത് അവള് തലയാട്ടുവാണ്, അത് ഉള്ളതാണെന്നുള്ള അർത്ഥത്തിൽ. സിന്ധുവും ആകെ തകർന്നു പോയിട്ടാണുള്ളത്. സിന്ധു, രേഖ വിളിച്ചത് കേട്ട് സിന്ധു ഞെട്ടിത്തിരിഞ്ഞ് നോക്കുകയാണ്. സ്റ്റേഷനിലേക്ക് പോയാലോ? സിന്ധു പേടിയോടെ തലയാട്ടുകയാണ്. അപ്പോൾ മഹാലക്ഷ്മി ആണെങ്കിൽ വല്ലാത്ത സന്തോഷത്തോടെയും കൗശലത്തോടെയും ചിരിക്കുകയാണ്. പക്ഷേ ദമയന്തി സങ്കടത്തോടെ പറയുന്നുണ്ട്, ഇന്ന് സിന്ധുവിന്റെ ജന്മദിനാണ്, ഇന്ന് ഞാൻ അവളെ സ്റ്റേഷനിലേക്ക് പറഞ്ഞു വിടില്ല. ഇല്ല, ഞാൻ വിടില്ല. ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകണം. ഞാൻ വേണമെങ്കിൽ എൻ്റെ വക്കീലിനെ അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞു വിടാം. അപ്പോൾ അവര് ദമയന്തിയോട് പറയുന്നുണ്ട്, നോക്ക്, ഞാൻ ആരെയാണ് ചോദ്യം ചെയ്യേണ്ടതെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അത് കേട്ട് ദമയന്തി സങ്കടത്തോടെ നിൽക്കുകയാണ്. ഇങ്ങോട്ട് നോക്ക്, നിങ്ങളായിട്ട് പറഞ്ഞു വിട്ടാ ഞാൻ മര്യാദയ്ക്ക് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. അതെല്ലാം നിങ്ങൾ എതിരാണെങ്കിൽ ഞാൻ അവളെ അടിച്ചു വിടുന്ന് കൂട്ടിക്കൊണ്ടു പോകും. അതുകൂടി കേട്ട സമയത്ത് സിന്ധു ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഭൈരവിയും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുകയാണ്. ദമയന്തി കരഞ്ഞുകൊണ്ട് ഹരിയെ നോക്കിക്കൊണ്ട് പറയാണ്, എന്തൊക്കെയാ ഹരി നടക്കുന്നത്? എന്തൊക്കെയാ ഇവരീ പറയുന്നത്? നീ ആ സ്നേഹയോട് പറഞ്ഞിട്ട് സിന്ധുവിനെതിരെ കൊടുത്ത കംപ്ലൈന്റ് പിൻവലിക്കാൻ പറ മോനെ. പക്ഷേ ഹരിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ അനങ്ങാതെ നിൽക്കുകയാണ്. അപ്പോൾ രേഖയും ഹരിയെയും സിന്ധുവിനെയും മാറി മാറി കാണിക്കുകയാണ്. സിന്ധുവിന്റെ മുഖത്ത് ആകെ ടെൻഷനും ഇതൊക്കെ ഉണ്ട്. കാരണം സിന്ധു എങ്ങനെയെങ്കിലും ഡോക്ടർ തന്നെ സഹായിക്കുമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും അവന്റെ മുഖത്തേക്ക് നോക്കുവാണ്. അവനാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന സമയത്ത് ദമയന്തി സങ്കടത്തോടെ കരയുന്ന രീതിയിൽ ചോദിക്കുകയാണ്, എന്താ ഹരി നീ ഒന്നും മിണ്ടാത്തത്? നീ എന്താ ഈ ആലോചിക്കുന്നത്? പെട്ടെന്ന് തന്നെ സ്നേഹയെ ഫോൺ ചെയ്യ്. അപ്പോൾ രേഖ പറയുന്നുണ്ട്, സ്നേഹ സ്റ്റേഷനിലാണുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അവിടെ സ്റ്റേഷനിൽ വന്നിട്ട് സംസാരിക്കുക. ഇൻസ്പെക്ടർ, ഇവളെ പിടിക്ക്. അപ്പോൾ രണ്ടുപേരും ചേർന്നിട്ട് സിന്ധുവിനെ പിടിക്കുകയാണ്. പക്ഷെ സിന്ധു ബാലിഷായിട്ട് വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ഡോക്ടറെ ചതിച്ചിട്ടില്ല മാഡം, ആ സ്നേഹ വേണമെന്ന് കരുതി മനഃപൂർവ്വം എനിക്കെതിരെ കേസ് കൊടുത്തതാണ്. ഹലോ, എന്താണെങ്കിലും സ്റ്റേഷനിൽ വന്നിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് സിന്ധുവിന്റെ നാവ് അടപ്പിക്കുകയാണ് രേഖ. അതിനുശേഷം ഹരിയോടും സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടി പറയുന്നുണ്ട്. സിന്ധു ആണെങ്കിൽ പോലീസുകാരുടെ കയ്യിൽ നിന്ന് ബലമായിട്ട് പറയാണ്, എന്നെ വിട് എന്നൊക്കെ. ഹരിക്ക് പ്രത്യേകിച്ച് ഭാവഭേദമൊന്നും ഉണ്ടായിരുന്നില്ല. സിന്ധുവിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് വീട് ഒന്നടങ്കം എല്ലാവരും
പോലീസ് ജീപ്പിന്റെ പിന്നാലെ പോകുന്നുണ്ട്. പക്ഷേ ഹരി നിന്നെടുത്ത് നിന്ന് അനങ്ങുന്ന പോലുമില്ല. അവന്റെ മുഖത്ത് വല്ലാത്തൊരു സംതൃപ്തി തോന്നുവാണ്. ആ സമയത്ത് മഹാലക്ഷ്മി ആണെങ്കിൽ ഗിരീഷിനോട് പറയുന്നുണ്ട്, സിന്ധുവിന്റെ ജന്മദിന ദിവസം തന്നെ സ്നേഹ വലിയൊരു ഗിഫ്റ്റ് ആണല്ലോ സിന്ധുവിന് കൊടുത്തത്. ഈ ഗിഫ്റ്റ് മരിക്കുന്നത് വരെ സിന്ധു മറക്കില്ല. മഹാലക്ഷ്മിയുടെ മുഖത്ത് വല്ലാത്ത സന്തോഷം നിറയാണ്. സിന്ധു ആണെങ്കിൽ ഈ പോലീസുകാരോട് ഇങ്ങനെ ബെഗ് ചെയ്യുന്നുണ്ടായിരുന്നു, ഞാൻ ഡോക്ടർ ചതിച്ചിട്ടില്ല, ഞാനല്ല, സ്നേഹ വെറുതെ പറഞ്ഞതാണ്, ഡോക്ടർ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്ക് ഡോക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ യാചിക്കുകയാണ്. തിരിഞ്ഞു നിന്നിട്ട് ദമയന്തിയോട് പറയുന്നുണ്ട്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ. ദമയന്തി അവളെ ആശ്വസിപ്പിക്കുകയാണ്. സിന്ധു മോൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ആർക്കും നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാനുണ്ടല്ലോ, ഞാൻ നിന്നെ രക്ഷിക്കും. പിന്നെ സ്നേഹം നിനക്ക് വേണമെന്ന് വെച്ചിട്ട് പണി തന്നതാണ്. സിന്ധു കരഞ്ഞുകൊണ്ട് ശക്തിയിൽ അവരുടെ പിടിപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ദമയന്തി എത്രയൊക്കെ ആശ്വാസവാക്ക് പറഞ്ഞിട്ടും ഡോക്ടർ അവിടെ നിന്ന് അനങ്ങിയത് പോലും ഇല്ല എന്നുള്ളത് കാണുമ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നുവാണ്. അവൾ കരഞ്ഞുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ദമയന്തി പിന്നാലെ വരാമെന്നും തന്നെ ഇറക്കിക്കൊണ്ട് വരുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഹരി കൈയൊക്കെ പോക്കറ്റിലിട്ട് നല്ല ഗെത്തായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ മഹാലക്ഷ്മി വന്നിട്ട് പറയുന്നുണ്ട്, ഹരി, സ്നേഹ വല്ലാത്തൊരു കാര്യം തന്നെയാണല്ലോ അവിടെ ചെയ്തിരിക്കുന്നത്. സിന്ധു നിന്നെ ചതിച്ചിട്ടാണ് കല്യാണം കഴിച്ചതെന്ന് എല്ലാ തെളിവുകളോടും കൂടിയാണല്ലോ അവൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ളത്. ഹരിയും അത് കേട്ടിട്ട് ആസ്വദിച്ച് നിൽക്കുകയാണ്. ഇത് മതിയടാ, ഇനി അങ്ങോട്ട് നിനക്ക് നല്ല കാലാണ്. അങ്ങനെ സിന്ധുവിനെ ബലമായിട്ട് തന്നെ പോലീസുകാർ ജീപ്പിൽ കയറ്റിയിട്ട് അവിടെ നിന്ന് കൊണ്ടുപോവാണ്. സിന്ധു തല പുറത്തേക്ക് ഇട്ടിട്ട് പറ്റുന്നിടത്തോളം കരഞ്ഞിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവൾ പോയതിന് പിന്നാലെ ദമയന്തി ആണെങ്കിൽ മഹിയോടും പോലീസ് വക്കീലിനെ വിളിച്ചിട്ട് സ്റ്റേഷനിലേക്ക് വരാൻ പറയുക. അതിനുശേഷം കാർത്തികേയനോട് വാ നമുക്കിപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. ഭൈരവി അവർക്കൊപ്പം പോകുന്നുണ്ടായിരുന്നു. അവരൊക്കെ പോയതിന് പിന്നാലെ മഹാലക്ഷ്മി ഹരിയോട് പറയാണ്, ഹരി വാ നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം. അങ്ങനെ അവരും ചേർന്നിട്ട് അടുത്തതായിട്ട് സ്റ്റേഷനിലേക്ക് പോവാണ്. അങ്ങനെ സിന്ധുവിനെയും കൂട്ടിക്കൊണ്ട് വന്ന പോലീസ് ജീപ്പാണ് ആദ്യം സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. സിന്ധുവിനെ ഇറക്കിയ സമയത്ത് അവൾ ഭയന്നിട്ട് ചുറ്റിലും നോക്കുവാണ്. സിന്ധുവിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇൻവെസ്റ്റിഗേഷൻ റൂമെന്ന് എഴുതിയിരിക്കുന്ന ഒരു മുറിയിൽ കൊണ്ടുവന്നിട്ട് ആ 2 കോൺസ്റ്റബിൾമാരും അവിടെ കൊണ്ടിരുത്തുവാണ്. സിന്ധു പേടിച്ച് നിൽക്കുകയാണ്. അതേസമയം ഭൈരവിയും കാർത്തികേയനൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് കയറുന്ന സമയത്ത് ദമയന്തി ഭൈരവിയോട് ചോദിക്കുന്നുണ്ട്, അച്ഛനോടും അമ്മയോടും കാര്യങ്ങൾ പറഞ്ഞു. ആ പറഞ്ഞിട്ടുണ്ട്. അവരകത്തേക്ക് കയറി വരുന്നതിനിടക്ക് തന്നെ സത്യരാജ് അങ്ങോട്ടേക്ക് വന്നിട്ട് ദമയന്തിയോട് ചോദിക്കുകയാണ്, ദമയന്തി സിന്ധു എവിടെ? സിന്ധുവിനെ എന്തിനാ പോലീസ് അറസ്റ്റ് ചെയ്തത്? ആ സ്നേഹ മനഃപൂർവ്വം സിന്ധുവിനെതിരെ കംപ്ലൈന്റ് കൊടുത്തതാണ്. നമ്മുടെ സിന്ധു തെറ്റൊന്നും ചെയ്യാത്തപ്പോൾ നമ്മൾ എന്തിനാണ് ഏട്ടാ പേടിക്കുന്നത്? അത് കേട്ടപ്പോൾ സത്യരാജിന്റെ ശാരദയുടെ മുഖത്ത് ടെൻഷൻ അറിയാണ്. സിന്ധുവിനെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്തു കഴിഞ്ഞാൽ സിന്ധുവിനെയും ഹരിയെയും തമ്മിൽ വേർപിരിക്കാൻ പറ്റുന്നായിരിക്കും സ്നേഹ കരുതിയത്. ശാരദ പേടിയോടെ പറയുന്നുണ്ട്, പാവം സിന്ധു, അവൾക്ക് പുറം ലോകം എന്താണെന്ന് അറിയില്ല. അങ്ങനെയുള്ള ആ പാവത്തിനെയാണല്ലോ ഇപ്പൊ സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടത്. അപ്പോ സത്യരാജ് പറയുന്നുണ്ട്, നമ്മുടെ മോളെ കുറിച്ച് നമുക്കറിയാവുന്നതല്ലേ, അവള് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം, പിന്നെ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? എല്ലാവരും അകത്തേക്ക് പോകുന്ന സമയത്ത് ഹരിയുടെ കാറും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. സ്നേഹ ഹരിയെ വിളിച്ചിട്ട് എവിടെയാണെന്ന് ചോദിക്കുകയാണ്. ഞാനിതാ DYSP ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ശരി, എങ്കിൽ അകത്തേക്ക് വന്നു പറഞ്ഞിട്ട് സ്നേഹ കോള് കെട്ടി. ആ സമയത്ത് സന്തോഷത്തോടെ മഹാലക്ഷ്മി ഹരിയോട് പറയുന്നുണ്ട്, ഹരി, ഇന്നത്തോടെ നിന്റെ തലയ്ക്ക് മുകളിലുണ്ടായ ബാധ്യതകളൊക്കെ ഒഴിയാണെന്ന് തന്നെ കരുതിക്കോ. ദയവായിട്ടാണ് ആ DYSP രേഖയെ നിങ്ങളുടെ കേസ് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടത്. അവളെ കണ്ടാൽ തന്നെ അറിയാം സത്യസന്ധയാണെന്ന്. നിങ്ങളുടെ കേസിൽ തീർച്ചയായിട്ടും സിന്ധുവിന്റെ കള്ളത്തരങ്ങളൊക്കെ അവൾ പുറത്തേക്ക് കൊണ്ടുവരും. അത് കേട്ടപ്പോൾ ഹരിയെ നല്ല സന്തോഷത്തോടു കൂടി അമ്മയെ നോക്കിയിട്ട് ചിരിക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.